സോ ഹായ്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരാളെ പ്രണയിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ മുടി വെട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം ചെയ്യുന്നൊരു ജോലി ക്വിറ്റ് ചെയ്തിട്ട് വേറൊരു ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങാൻ പാളിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിറകെ വരുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിച്ച് പേടിയാണ്. ഇതെല്ലാം എല്ലാവരും പറയില്ലേ, ഞാൻ അന്നേ പറഞ്ഞതാണ്, അന്ന് എന്നിട്ട് നീ കേട്ടില്ല, എന്നിട്ടും നീ ഡിസിഷൻ എടുത്തു, നിനക്ക് അനുഭവിച്ചോ എന്നൊക്കെ ആളുകൾ പറയുന്നത് പേടിയാണ്. എനിക്ക് അതൊന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഡിസിഷൻസിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോഴൊരു ലൈഫിൽ കംഫർട്ടായിട്ട് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള വലിയ വലിയ ഡിസിഷൻസ്, ആ ഡിസിഷൻസ് എൻ്റെ ലൈഫിനെ എങ്ങനെ മേക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഡിസിഷൻസ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണെന്ന്. എൻ്റെ സ്വന്തം കയ്യിലിരിപ്പോണ്ട് ഞാൻ എടുത്ത തീരുമാനങ്ങളുണ്ട് പണി എന്നൊക്കെ പറഞ്ഞാൽ വൻ പണികൾ കിട്ടിയ അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷേ ഞാനിപ്പോൾ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആവുന്ന ഒരു കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള എല്ലാ ഡിസിഷനും, പ്രത്യേകിച്ച് ഒരു 15 വയസ്സിന് ശേഷം, 15 അല്ല 17 വയസ്സിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള എല്ലാ ഡിസിഷൻസും എൻ്റെ മാത്രം ഡിസിഷൻസ് ആയിരുന്നു. ഒരാൾ പോലും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആരും പറയുന്നത് പൊതുവെ കേൾക്കാറില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, തൻ്റെ ഇടയൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റിഗ്രറ്റുകളൊന്നുമില്ല. റിഗ്രറ്റുകൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ലൈഫിൽ മേജറായിട്ട് വരുന്ന കാര്യങ്ങളിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാമായിരുന്നു എന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ എടുത്ത എല്ലാ ഡിസിഷൻസും എൻ്റേത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ വേറൊരാളെയും ഞാൻ ബ്ലെയിം ചെയ്യില്ല. നിങ്ങൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഇയാളാണ് എൻ്റെ ലൈഫ് ഇത്ര മോശമാക്കിയതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുത്ത ഡിസിഷൻസാണ് എൻ്റെ ലൈഫിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. കുറേ പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ പോയിട്ട് ചോദിക്കാറുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു യങ്ങർ ഏജിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താ പറയുക, ഞാൻ പലപ്പോഴും പേടി കൊണ്ട് ഇത് ഞാൻ ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയായില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തേനെ. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. കുറെ നോക്കുന്ന സമയത്ത് അതിപ്പോ ചെയ്താലും ചെയ്തില്ലെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ മേ ബി ലൈഫ് എങ്ങനെ ആയേനെ എന്ന് പോലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയി. ഞാൻ ആ വേർഷൻ ഓഫ് എന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞ റിഗ്രറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് റിഗ്രറ്റ് വന്നിട്ടുള്ള ഒരു കാര്യം ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു കാര്യം. അതും ചെറിയ ഡിസിഷൻ മേക്കിംഗ് അല്ല, വലിയ വലിയ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന കാര്യം. പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ക്യാരി ചെയ്യാൻ പോകുന്ന, നിങ്ങളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻസ് എടുക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പം ഞാൻ അങ്ങനെ കുറേ ചെറിയ ചെറിയ ഡിസിഷൻസ് ഞാൻ എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ എടുത്തതിൽ ഒരു വലിയ ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് 17 വയസ്സിൽ ഞാൻ എടുത്തൊരു ഡിസിഷനാണ് ജേർണലിസം പഠിക്കാൻ പോകാന്നുള്ളൊരു ഡിസിഷൻ. ഇപ്പം എൻ്റെ വീട്ടിൽ പൊതുവെ എല്ലാവരും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡിഗ്രി പഠിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും മെഡിക്കലിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ പോകും, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പഠിക്കും. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ആരും തന്നെ ജേർണലിസം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ പറയുകയാണ്, എനിക്ക് ഫിസിക്സും സയൻസും കെമിസ്ട്രി ഒന്നും പഠിക്കാൻ ഒക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്ക് ജേർണലിസം പഠിക്കണം എന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അത് എടുത്തോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പൊ വീട്ടിലെല്ലാവരും ഒരേ സ്വരത്തിൽ എതിർക്കുന്നു. ഇതൊക്കെ കുറെ കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്. അപ്പൊ കോഴിക്കോട് ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് നിയർ ബൈ ജേർണലിസത്തിന്റെ സ്കൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ആ സമയത്ത് ഉണ്ടായത് ദേവഗിരി കോളേജിലാണ്. അപ്പൊ ആ കോളേജിൽ ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയതുമില്ല, നല്ല പൈസ വേണമായിരുന്നു. അപ്പൊ ഞാൻ അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയ കോളേജ് തൃശ്ശൂരായിരുന്നു. അപ്പൊ തൃശ്ശൂർ അത്രയും ദൂരം നിന്ന് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതുപോലൊരു കോഴ്സ് എടുത്തിട്ട് അതെങ്ങനെയാവും. ഇപ്പൊ ജേർണലിസം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും മൈൻഡിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ന്യൂസ് റീഡിങ്ങിനെക്കാളും റിപ്പോർട്ടിംഗ് ആണ് എല്ലാവരുടെ മൈൻഡിലും വരുന്നത്. അപ്പൊ അതൊരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ എതിർത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ അവൾക്കും ഇതുപോലെ ജേർണലിസം പഠിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പൊ അവളുടെ അമ്മ അവളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ജേർണലിസം ഒക്കെ പഠിക്കുന്നത് എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന കാര്യമില്ല, അതൊന്നും അത്ര നല്ല പെൺകുട്ടികളൊന്നും ചെയ്യുന്ന കാര്യം, ഇതൊക്കെ വേറെ ടൈപ്പ് പെൺകുട്ടികളുടെ പരിപാടിയാണ്. ഇന്ന് വരെ അവളോട് പറയാൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഹാർഡ് ഡിസിഷൻ ആയിരുന്നു. പിന്നെ ഞാനൊരു 4 ലക്ഷം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ജേർണലിസം പഠിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ എന്നോട് ലോൺ എടുക്കുവാണെങ്കിൽ ലോൺ എടുത്തോ, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യം, എന്ത് വന്നാലും നീ തന്നെ ഏറ്റോണം,
ലോണ് നീ തന്നെ അടച്ചോണം, അവിടെ പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും നീ തന്നെ അതിനെ നേരിട്ടോണം, ഇവിടെ കരഞ്ഞു മൂങ്ങിക്കൊണ്ട് തിരിച്ചു വരരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പാണ് മേ ബി എനിക്കറിയില്ല എനിക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഞാനത് ചെയ്തു. അപ്പം എനിക്കൊരു ലോൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്കൂളിൽ പോയി പഠിച്ചല്ല, അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ തൃശ്ശൂർ കോളേജിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഡിസിഷൻ ആയിരുന്നു. എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പാളിപ്പോവെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ എൻ്റെ പാരൻസിനും അത്ര ടൈമൊന്നും ഇല്ലായിരുന്നു എൻ്റെ പിറകെ എല്ലാ കാര്യങ്ങൾക്കും നടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ SBIയിൽ ആ സമയത്ത് ഒരു ലേഡിയാണ് അവിടുത്തെ ബാങ്ക് മാനേജർ, പക്ഷെ സച്ച് ജം. ഓക്കെ, അപ്പൊ ഞാൻ കോളേജ് ജോയിൻ ചെയ്യുന്നു, 1 വീക്ക് കഴിഞ്ഞിട്ട് ലോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ SBIയിൽ പോവാണ്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് നേരെ കയറി ചെന്നിട്ട് പറയുവാണ്, ചേച്ചി എനിക്ക് കുറച്ചൊരു 4 ലക്ഷം രൂപ ലോണ് തരാമോ? അപ്പൊ ചേച്ചി ഈ കടയിലേക്ക് പോയിട്ട് നമ്മൾ മത്തി പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന പോലെ, മീനും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്ന പോലെ നേരെ ഒരു കുട്ടി അത്, അപ്പൊ എനിക്കത് 18 വയസ്സെങ്ങാണ്ട് ആവുന്നുള്ളൂ, നേരെ കയറി ചെല്ലുവാണ്, 4 ലക്ഷം ലോൺ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചോദിച്ചു ആരെ കൂടെ വന്നേക്കണം? ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ വന്നത്. അവന് ഒറ്റയ്ക്ക് വന്നാലും ലോൺ തരാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു തന്നു. ഇങ്ങനെ ഇങ്ങനെ പേപ്പർ വേണം, പാരന്റ്സ് വേണം, ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ കിട്ടത്തില്ല, 4 ലക്ഷം ചോദിക്കുന്ന പോലെ എടുത്തു തരാൻ ഒക്കത്തില്ല എന്ന് വളരെ സൗമ്യമായിട്ട് സ്വീറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജേർണലിസ്റ്റ് ആണ് പഠിക്കുന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെയാണ്. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ഞാനൊരാൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് ജേർണലിസത്തിന് കഴിഞ്ഞ വർഷം, നമുക്കത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങനെ കുറെ കഷ്ടപ്പെട്ടാണ് ഞാൻ ലോൺ എടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞുള്ള എൻ്റെ 3 വർഷങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള 3 വർഷങ്ങളായിരുന്നു. ഞാൻ ആ കോളേജിൽ ഒരുപാട് കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരാലും വെറുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങളെയും വെച്ച് നോക്കുമ്പോൾ അതിലൊരു 80% ഞാൻ ഫേസ് ചെയ്ത കോളേജിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് കോളേജിൽ നിന്ന് വയ്യ, ഞാൻ TC വാങ്ങി പോവാ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ വരെ ഞാൻ എത്തിയൊരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു ടോമി പുനശ്ശേരി എന്ന് പറഞ്ഞിട്ട്. ആള് നല്ല രസമാണ്, കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ ആളടുത്ത് പറഞ്ഞു, ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമില്ല, എനിക്കിവിടെ പഠിക്കാൻ നോക്കണില്ല, ഞാൻ വീട്ടിൽ പോവാ, ഞാൻ തിരിച്ചു പോവാ, എനിക്ക് TC താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയ സമയത്ത് ആള് പറഞ്ഞു, നിമ്ന ഇവിടെ വന്ന സമയത്ത് നിമ്നയുടെ പിന്നെ പാരന്റ്സ് പറഞ്ഞത് ഓർമ്മയില്ലേ, നിമ്നക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമോ, പോയാൽ ശരിയാവോ, അങ്ങനെ നിൽക്കാൻ പറ്റില്ല, മാവുള്ള മാങ്ങിലെ ആളുകൾ കല്ലെറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം ആള് നിങ്ങളെ ക്രൂശിക്കുന്നത്, അപ്പൊ നീ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പൊ ഞാൻ എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് ആ കോളേജിൽ. അപ്പൊ ഡിഗ്രി കാലത്തെ എൻ്റെ ദുരന്ത യാതനകളെ കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 3 വർഷം ഞാൻ അവിടെ പഠിക്കുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫേ വേണ്ടാന്ന് വിചാരിച്ച കുറേ നാളുകൾ എനിക്ക് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടുന്നത്. ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. അധ്യാപകർ എൻ്റെ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് നീക്ക് എന്തിനാ പഠിക്കാൻ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ അവിടെ നിന്ന് അപമാനിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എൻ്റെ 3 വർഷം. പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ ഒക്കത്തില്ലായിരുന്നു. എനിക്കിത് മതി എന്ന് പറഞ്ഞ് വിട്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വരുന്ന എല്ലാ കോൺസിക്വൻസസിനെയും ഫേസ് ചെയ്ത് ഞാൻ ആ ഡിഗ്രി 3 വർഷം അവിടെ പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു കാര്യം ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും PG എടുക്കാൻ പോയി. ഇപ്പൊ എനിക്ക് PG എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ നെക്സ്റ്റ് ഇയർ മുതൽ അടയ്ക്കണം. അതുകൊണ്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യണം. പക്ഷെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയിട്ട് വേഗം ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ജോലി കിട്ടി ഹൈദരാബാദിൽ വലിയ കുഴപ്പമില്ലാതെ പോയി, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് മുംബൈയിലോട്ടൊരു ജോബ് ഓഫർ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ജേർണലിസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതെടുത്ത് ആ ഒരു ഫേസിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ ഡിസിഷൻ ഒന്ന് ബാക്ക് അടിച്ചില്ല. കാരണം ഇത് എന്റെ ഡിസിഷനാണ്, ആ ഡിസിഷൻ റൈറ്റ് ആക്കുക എന്നുള്ളത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ അവിടെ പഠിച്ച് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി ഒരു ജോലി വാങ്ങിക്കുകയാണ്. അങ്ങനെ ജോലി വാങ്ങി ഹൈദരാബാദിൽ വലിയ കുഴപ്പമില്ല, 14,000 രൂപ ശമ്പളം ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുംബൈയിൽ നിന്ന് എനിക്കൊരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു വേണ്ട വേണ്ട അത് എടുക്കണ്ട, കാരണം അവിടെ പോയി കഴിഞ്ഞ് മുംബൈ എന്ന് പറയുന്നത് ധാരാവി എന്നൊക്കെയാണ് അവർ കേട്ടിട്ടുള്ളത്. ആ മുംബൈ എന്ന് പറയുന്നത് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് സർവൈവ് ചെയ്യാൻ ഒക്കത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പറയാണ് വേണ്ട, എനിക്ക് പോകണം, എനിക്ക് മുംബൈ പോകണം, ഞാൻ ആ ഡിസിഷൻ എടുക്കുവാണ്. അപ്പൊ അന്ന് പൊതുവെ
എനിക്കൊന്ന് ഓർമ്മയുണ്ട്. എന്റെ ഓഫീസിൽ ഫസ്റ്റ് ഞങ്ങൾ എല്ലാവരും ചെയ്ത സമയത്ത് അവിടെ കുറെ ആമ്പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊരു കുറ്റമായിട്ടല്ല കേട്ടോ പറയുന്നത്, പക്ഷെ ആ ഒരു ഡിഫറൻസ് പറയാണ്. അപ്പം അവരൊരു 10, 25, 26, 27 വയസ്സുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ വന്ന ആമ്പിള്ളേർക്കല്ല. അപ്പൊ എനിക്കൊന്ന് 20, 21 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് ഓഫീസിലോട്ട് കയറി ചെല്ലുന്നത്. അപ്പൊ അവിടെ വന്ന ഈ ആമ്പിള്ളേരുടെ ഒക്കെ കൂടെ കുറച്ച് പെമ്പിള്ളേരുണ്ട്, ഇവരൊക്കെ കൂടെ അവരുടെ പാരന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെല്ലുവാണ്, ഇവരുടെ കൂടെ ഒക്കെ ഇവരുടെ പാരന്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര അയ്യോ ഇതെന്താണ് എനിക്കാരും ഇല്ലാത്തത്, ഞാൻ മാത്രം എന്താ ഒറ്റയ്ക്ക് എന്നൊക്കെ ഈ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പക്ഷെ അത് നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള പയ്യന്മാരായിരുന്നു കേട്ടോ. അപ്പൊ ഇവരൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഞാൻ മുംബൈയിൽ ജോലി സ്റ്റാർട്ട് ചെയ്യാണ്. അതും ഇതേപോലെ ഭയങ്കര കഥയായിരുന്നു. ഒരു 6 മാസമൊക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ടില്ല, ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത്. അപ്പോഴും എനിക്കൊരു പരാതി പറഞ്ഞ ഒരാളടുത്തും പോകാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ഡിസിഷൻ ആയിരുന്നു മുംബൈയിലോട്ട് ജോലി മാറാന്നുള്ള എൻ്റെ ഡിസിഷൻ ആയിരുന്നു. അപ്പം ആ ഡിസിഷന്റെ എന്ത് കോൺസിക്വൻസും ഞാൻ അനുഭവിച്ചോണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ എനിക്ക് തിരിച്ചു പോയിട്ട് വേറൊരു ജോലി നോക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇത് വയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇട്ടേച്ച് പോരാനോ പകുതി വഴിക്ക് എനിക്കിത് ഡ്രോപ്പ് ചെയ്യാനോ പറ്റില്ല, കാരണം എൻ്റെ ഡിസിഷൻ ആയിരുന്നു. മാത്രമല്ല എനിക്കതിനുള്ള പ്രിവിലേജുകളില്ലായിരുന്നു, കാരണം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെ അച്ഛൻ എൻ്റെ കാര്യം കൂടി നോക്കുക, എൻ്റെ എഡ്യൂക്കേഷനോടുകൂടി നോക്കുക എന്നുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, പിടിച്ചു നിൽക്കുക എന്നുള്ളത് വേറെ വഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ മുംബൈയിൽ ആ ജോലി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് കാലം കൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മുംബൈയിലെ കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ട് പോയി. പിന്നെ കൊറോണ വന്ന് ജോലി പോയി. അതൊക്കെ വേറെ വേറെ ദുരന്ത കഥകൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വലിയ ഡിസിഷൻ എടുക്കുന്നത്, കൊറോണ സമയത്ത് ഞാൻ ജോബ് മാറിയിട്ട് ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഒരു വീണ്ടും വർക്ക് ഫ്രം ഹോം ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെയും ഒരു 2 മാസം കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഓഫീസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഞാൻ ഇന്നും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ. അപ്പോൾ ഞാൻ അമ്മയായിട്ട് ഇന്നും വഴക്കായിരുന്നു. അപ്പോൾ കുറേ വഴക്കായി പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അങ്ങനെ ബ്ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ജോലി തുടങ്ങി ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. പക്ഷെ ബാംഗ്ലൂരേക്ക് എനിക്ക് ജോലി തുടങ്ങാൻ വീണ്ടും ഒരു 2 മാസം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അവിടെ നിൽക്കാൻ ഒക്കാത്തൊരു മാനസികാവസ്ഥ ആയതുകൊണ്ട് ഞാൻ പോവാണ്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞാൻ പോവാണ്. അപ്പൊ ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്കൊരു വീട് നീ നോക്കി വെക്കാവോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ നോക്കി വെച്ചു. 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ബാംഗ്ലൂരേക്ക് വണ്ടി വരുന്നത്. അപ്പൊ ഞാനൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ അതിന്റെ കോൺസിക്വൻസസ്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും. ഒന്നാമത് കൊറോണ സമയമാണ്, ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഒരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മുമ്പേ ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തൊന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ ആ സമയത്തുണ്ടായ ഒരു ടെൻഷൻ കൊണ്ട് പ്രഷർ കൊണ്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തങ്ങ് പോവാണ് ബാംഗ്ലൂർക്ക്. അപ്പോ അന്ന് ബാംഗ്ലൂർ പോയി എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ പോയ ഡേ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ബെഡ് മാത്രം, ഒരു പായ് മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ഞെട്ടി എഴുന്നേറ്റ്, എനിക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല. അയ്യോ ഞാൻ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാവിലെ ചായ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. രാവിലെ ഞാൻ വേറൊരു സ്ഥലത്ത് ഉറങ്ങി എണീക്കുകയാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉറങ്ങി എണീക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് രാവിലെ ബാംഗ്ലൂർ പോയി പിറ്റേന്ന് രാവിലെ ഞാൻ കിടക്കേ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തൊരു ഡിസിഷൻ ആലോചിച്ച്, പക്ഷെ ഞാനത് സ്റ്റേ ചെയ്തു. ഞാൻ ആ ഡിസിഷനിൽ സ്റ്റേ ചെയ്തു. ഞാൻ അവിടെ നിന്നു. ഞാനൊരു ഒരു വർഷത്തോളം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിനേക്കാളും വലിയൊരു വണ്ടർ ഡിസിഷൻ വേറെ എടുത്തിട്ടുണ്ടായി. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരേക്ക് പോകുന്നത് വളരെ ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത, ഒട്ടും ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ബാംഗ്ലൂരേക്ക് വണ്ടി കയറുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താ വേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് പോട്ടെ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കയറി അങ്ങ് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് അത്രയ്ക്ക് സ്റ്റേബിൾ അല്ലാത്ത, അത്രയ്ക്ക് വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഞാനൊരു റിലേഷൻഷിപ്പിൽ പോയി ചാടുകയാണ്. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ ഞാൻ എടുക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആ റിലേഷൻഷിപ്പിൽ പോയി ചാടില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ റിലേഷൻഷിപ്പിൽ പോയി ചാടുകയാണ്. ഞാൻ ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്ന ആ ഒരു 6 മാസക്കാലം എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ആ ഡിസിഷൻ എടുത്തത്. ഇത് ഞാൻ അല്ലാതിരിക്കുക എന്ന് പറയുന്നത്, നമ്മളല്ലാത്തൊരു ആളായിട്ട് മാറുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ ഒരുപാട് അറിയുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് റൈറ്റ്, അല്ലെങ്കിൽ ഇത് റൈറ്റ് അല്ല, ഇത് ശരിയല്ല, നീ ചെയ്യുന്ന കാര്യം ഓക്കെ അല്ല, ഈ പേഴ്സൺ ഒരു നല്ല ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു അല്ലെ, ഞാൻ എടുത്തൊരു ഡിസിഷൻ അല്ലേ, ലൈക്ക് ലെറ്റ് മീ മേക്ക് ഇറ്റ് റൈറ്റ്, ഞാൻ ഇത് റൈറ്റ് ആക്കാൻ നോക്കട്ടെ, ഇത് ശരിയാവുമായിരിക്കും, ഇത് ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാലം സ്റ്റക്ക് ചെയ്യാണ്. അപ്പൊ എനിക്കറിയാം ഡേ ബൈ ഡേ ഞാൻ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുക, ഡേ ബൈ ഡേ എൻ്റെ ഹെൽത്ത്, എൻ്റെ മാനസികാവസ്ഥ. ഞാൻ ആ ഒരു 6 മാസം ഒരു ബുക്കും പെന്നും കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല, ഒരു അക്ഷരം ഞാൻ എഴുതിയിട്ടില്ല. വർക്ക് ചെയ്യുക, വീട്ടിലെ പണിയെടുക്കുക എന്നല്ല, അതൊരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അത്രമാത്രം ഞാൻ
ഞാനല്ലാതായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ആ ഡിസിഷനിൽ സ്റ്റക്ക് ചെയ്യാണ്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴേക്ക് ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ രീതിയിലും അത്രയ്ക്ക് ഡാമേജ് ആയിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പം അന്ന് ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ, ബാംഗ്ലൂർക്ക് പോവാന്നുള്ള ഡിസിഷൻ വളരെ റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ആ റിലേഷൻഷിപ്പിൽ പോയി പെടുക എന്നുള്ളത് റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ബട്ട് സംഭവം ഞാൻ അതിന് പുറത്ത് വന്നു. സംഭവം ഞാൻ എൻ്റെ ലൈഫ് ബെറ്റർ ആക്കി. ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് ഞാൻ പുറത്ത് വന്നു. അപ്പോ ഇങ്ങനെ കുറെ ഞാൻ എന്റെ ഇമ്പൾസ് കൊണ്ട്, അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടതെന്ന് ഞാൻ അപ്പൊ തോന്നിയത് കൊണ്ട്, ഞാൻ മറ്റൊരാൾ പറയുന്നത് കേൾക്കാതെ ഞാൻ എടുത്തിട്ടുള്ള ഡിസിഷൻസ് ആണ് എന്റെ ലൈഫ് ഫോം ചെയ്തിട്ടുള്ളത്. അതിലെല്ലാം നല്ല ഡിസിഷൻ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എടുത്ത ഡിസിഷൻസ് കൊണ്ട് ഞാൻ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് സഫർ ചെയ്താലും അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ റൈറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ടായിരുന്നു. കാരണം ഡിഗ്രി ഞാൻ അത്ര സഫർ ചെയ്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ബാംഗ്ലൂർ ഞാൻ അവിടെ പോയ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ റിലേഷൻഷിപ്പിലെ പെയിനും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ എത്രമാത്രം ടോളറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തുമാത്രമൊക്കെ ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും, ഞാൻ എത്ര സഹിക്കും, ഞാൻ എന്താണെന്ന് എന്നെ കുറെ മനസ്സിലാക്കി തന്നത് ആ ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയ്ക്കൊക്കെ ഞാൻ സഹിക്കൂ, ഇത്രയ്ക്കൊക്കെ ക്ഷമ എനിക്കുണ്ടോ എന്നുള്ള കാര്യം. അത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ എന്താണ് വേണ്ടത്, ഞാൻ ഇനി ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആ പാർട്ട്ണറിന് ഉണ്ടാവാൻ പാടില്ല ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു റിലേഷൻഷിപ്പ് എന്നായിരുന്നു. കാരണം പിന്നെ പൈസ, മണി എന്ന് പറയുന്ന കാര്യം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മളെ മണി മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ നമ്മൾ പൈസ വരുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ മനുഷ്യരെ നമ്മൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം, നമ്മൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യണം, എത്ര ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ നിങ്ങൾ ഇമോഷണലി വളരെ വീക്ക് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഞാൻ എടുത്ത ആ ഡിസിഷനാണ്. ഇത് വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാനിപ്പോ എനിക്ക് ഒരാളായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഞാൻ ഒരിക്കലും പ്രതികരിക്കില്ല. ഞാനൊരു 24 മണിക്കൂർ ഞാൻ മിനിമം സമയം കൊടുക്കും. കാരണം നമ്മൾ ഇമോഷണലി പ്രതികരിക്കുന്നതും ലോജിക്കലി പ്രതികരിക്കുന്നതും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും ഞാനപ്പോൾ മേ ബി ഇങ്ങനെ പറയും, എനിക്ക് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നല്ലാതെ എൻ്റെ ആ ഇമോഷൻസ് ഔട്ട് ബേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ആ ഒരു കാലത്തെ, ആ ഒരു 6 മാസത്തെ ബാംഗ്ലൂർ ജീവിതമാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുംബൈയിൽ വീണ്ടും ജോലിക്ക് പോവാണ്. ആ ജോലി ആക്ച്വലി ജോലി എനിക്ക് ലേ ഓഫ് ആയിട്ട് എനിക്ക് ആ ജോലി നഷ്ടപ്പെടുകയാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് വേറൊരു ജോലി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചൂസ് ചെയ്യാണ്, ഞാൻ ഇനി ഈ ജോലിക്ക് പോകുന്നില്ല, ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ, ആ രീതിയിൽ, ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നില്ല കേട്ടോ, വളരെ റോങ് ആയിട്ടുള്ള വേർഡാണ്, എനിക്ക് ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. കാരണം ഞാൻ പറയുന്ന കാര്യം, ഇത്രയും വർഷമായിട്ട് ഞാൻ പല കാര്യങ്ങളും വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ വീട്ടുകാർ വരെ എൻ്റെ ഇൻഫ്ലുവൻസിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എനിക്കൊരു വലിയ ക്രൗഡിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിലെ ജോലിക്ക്, എനിക്ക് ഈ ജോലി വേണ്ട, ഞാൻ ഇനി എന്തായാലും സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്ന് ഒരു ഡിസിഷൻ ഞാൻ എടുക്കുകയാണ്. അതെനിക്ക് ഭയങ്കര പ്രഷർ പോയിന്റ് ഉള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു സാലറി എനിക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു 1,10,000 അടുത്ത് എനിക്ക് ഇൻ ഹാൻഡ് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു കമ്പനിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതിലും കൂടുതൽ ശമ്പളം എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, വേണ്ട, ഒരു വർഷം, ഗിവ് മീ 1 ഇയർ, 1 ഇയറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എന്റെ കല്യാണം കൂടി ഓൾമോസ്റ്റ് നിശ്ചയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ 1 ഇയറിൽ എന്തായാലും കല്യാണം നടക്കണം. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഞാൻ ഇതുവരെ FD ഇട്ട പൈസയും എല്ലാ പൈസയും കൂടെ ഞാൻ മൊത്തം ഒരു ചാർട്ടിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് ഇത്ര പൈസ ഇതിന് വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് എന്റെ ലോൺ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലോൺ അടയ്ക്കാൻ വേണ്ടി എനിക്ക് ഇത്ര പൈസ വേണം. അപ്പൊ ഈ പൈസകളൊക്കെ എനിക്ക് ഒരു വർഷം എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ മന്ത്ലി കൊടുക്കാനുള്ള പൈസ, ഇതെല്ലാം എന്റെ കയ്യിൽ ബാക്കപ്പ് ഉണ്ട്. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഫുൾ ട്രെയിൻ ഔട്ട് ആവും. ബട്ട് ഒരു വർഷം എനിക്കുണ്ട്. ഇത്രയും കാലം ഞാൻ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു PG പോലും ചെയ്തിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 1 ഇയർ ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊരു സ്റ്റെപ്പ് എടുത്തിട്ട് ഞാനൊരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങാൻ
പോവാണ്. ആ സമയത്ത് ആക്ച്വലി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് കുറച്ച് വിറ്റ് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത്യാവശ്യം ആളുകൾ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം എനിക്ക്. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങുവാണ്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, നിന്നെ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്, ഇത് വിട്ട് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും, വേണ്ട വേണ്ട എന്നോട് 100 പേര് പറഞ്ഞിട്ടും ഞാൻ അങ്ങ് പോവാണ്, ഞാൻ അങ്ങ് എടുക്കുവാണ് ആ ഡിസിഷൻ. പക്ഷെ ഞാൻ ആ ഡിസിഷൻ എടുത്തു. ഞാൻ വീട്ടിൽ വന്നു, ഞാനൊരു മാസം ബുക്കിന്റെ കുറെ റീൽ ഉണ്ടാക്കുന്നു, കുറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷെ ആ ബുക്ക് ക്ലിക്ക് ആവുന്നു. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലോട്ട് ഞാൻ മാറുന്നു. ഇതൊക്കെ ഞാൻ അതെങ്ങനെയൊക്കെയോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആ ഡിസിഷൻ എടുത്ത ഒരു 1 ഇയർ ഞാനത്, ഒരു 6 മന്ത് ഞാൻ ആ ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബുക്ക് ഇത്രയും ഹിറ്റ് ആവത്തില്ലായിരുന്നു. ഞാൻ അതിനു വേണ്ടി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 6 മന്ത് അത്രയ്ക്ക് റീൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത്ര പ്രോഗ്രാംസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത്ര വോക്കലായിട്ട് ഞാൻ എൻ്റെ ബുക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാൻസ് എനിക്ക് തന്നത്, ആ ഒരു അവസരം എനിക്ക് കിട്ടിയത് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്ത ആ ജോലിയിൽ നിന്ന് മാറി നിൽക്കാന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുത്തതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കല്യാണത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പ്രേമിച്ച് കെട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു അറേഞ്ച് മാരേജ് ചെയ്യുവാണെങ്കിൽ ആ മാരേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫാമിലി ഉണ്ടാവും, പക്ഷെ നീ ഒരു ലവ് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ തന്നെ നോക്കേണ്ടി വരും, എന്തുണ്ടെങ്കിലും നീ അനുഭവിച്ചോണം എന്ന് പറയായിരുന്നു. അപ്പൊ എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം എനിക്ക് എൻ്റെ മേലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഏത് നരകത്തിൽ ഞാൻ പോയി പെട്ടാലും, എവിടെ ഞാൻ പോയി പെട്ടാലും, എന്നെ അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ ഡ്രെയിൻ ആക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കണമെന്ന് വെച്ചാൽ ഐ വിൽ വാക്ക് അവേ. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എടുത്ത എല്ലാ ഡിസിഷൻസും പക്ക ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ റോങ് ആയിട്ട് എടുത്ത ഡിസിഷനിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൈഫിനെ കുറച്ചുകൂടി എന്താ പറയാ, പക്വതയോടെ നോക്കി കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടി ചിന്തിച്ച് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ എന്നെ കേപ്പബിൾ ആക്കിയത് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ഉറപ്പ് വേണം. ഇപ്പൊ എന്ത് ഡിസിഷൻ ഞാൻ എടുക്കുവാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഞാൻ ബോൾഡ് ആണ്. ഒട്ടും പ്രിപ്പയർഡ് ആയിരിക്കില്ല, നമ്മൾ പ്രിപ്പയർഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ലൈഫ് എന്ത് നിങ്ങളുടെ മേലെ ത്രോ ചെയ്താലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ പേടിക്കേണ്ടയില്ല. അപ്പൊ ഞാൻ ആ ജോലിയൊക്കെ കളഞ്ഞൊരു വർഷം ഞാൻ ഒന്നും ചെയ്യാതിരുന്നു. പിന്നെ ഒരു ജോലിക്ക് പോകുമ്പോൾ എനിക്കറിയാം എനിക്ക് ഇത്ര ശമ്പളം കിട്ടില്ല, എനിക്ക് ഇത്ര ഞാൻ വിചാരിച്ചൊരു കംഫർട്ട് ലൈഫ് എനിക്ക് കിട്ടില്ല. ബട്ട് ഐ വാസ് വില്ലിങ് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ആ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ലൈഫിൽ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നതുകൊണ്ട് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ലൈഫിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് വരുത്തണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് നിങ്ങൾ അവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഡിസിഷൻസും എന്റെ മാത്രം ഡിസിഷൻസ് ആയിരുന്നു. എനിക്ക് എപ്പോഴും അതിന്റെ കോൺസിക്വൻസസ് ആലോചിച്ച് ഞാൻ വെറി ചെയ്യാറുണ്ട്, അത് ശരിയാവോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് ഓക്കെ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്, അങ്ങനെയല്ലേ. അപ്പൊ എനിക്ക് ലൈഫിൽ ഒരു റിഗ്രറ്റ്സ് ഇല്ല. എന്റെ ഡിസിഷൻ വേറൊരാൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്റെ ലൈഫിൽ എടുത്ത എല്ലാ ഡിസിഷൻസും എനിക്ക് വേണ്ടിയിട്ടാണ്. അത് എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ആ വേദനകളെല്ലാം എനിക്ക് വെറുത്താണ്. ഒരു ലൈഫിൽ ഒരു ലോങ് പിക്ചറിലോട്ട് നോക്കുവാണെങ്കിൽ എന്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് പിന്നീട് വലിയ ലെസൺസ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിലൊരു റിഗ്രറ്റ്സും തോന്നിയിട്ടില്ല. ലൈഫിൽ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളൊരു പേടി ഉണ്ടാവും, ഇത് പാളിപ്പോയാലോ, ഞാനിപ്പോ ഇത് എടുത്തു കഴിഞ്ഞ് അത് വലിയൊരു തെറ്റായി മാറിക്കഴിഞ്ഞാൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ലെങ്കിലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയാലോ എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പലരും പല ഡിസിഷൻസും എടുക്കാൻ മടിക്കുന്നത്. ജോബായിരിക്കാം, പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ആ തെറ്റായ തീരുമാനങ്ങളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നില്ലേ. ഇപ്പൊ നിങ്ങളൊരു കാര്യം എടുത്താൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് എങ്ങനെയായിത്തീരും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെടുത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എപ്പോഴും ശരിയായിട്ടൊന്നും അല്ലല്ലോ മാറിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മളായിട്ടൊരു ഡിസിഷൻ എടുത്ത് നമ്മളൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് എന്റെ തീരുമാനങ്ങളായിരുന്നു, എന്റെ ഡിസിഷൻസ് ആയിരുന്നു, എന്റെ ജീവിതമാണെന്നെങ്കിലും നമുക്ക് കെട്ടുറപ്പോടെ പറയാൻ പറ്റും. അപ്പോ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് റോങ് ആവോ ശരിയാവോ എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ബോധമൊന്നും ആവണ്ട. പക്ഷെ എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. അതിനെപ്പോഴും ഞാൻ പറയാം, ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പാളിപ്പോയേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പാളിയ സാധനത്തിനെയും
നമ്മൾ നന്നാക്കി എടുക്കാൻ നമ്മളൊരു ഹാർഡ് വർക്ക് ഇടുക, അതിനെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ ലൈഫിലേക്കുള്ള വലിയ വലിയ ലെസൺസ് നമുക്കത് തരും. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു എന്നുള്ള റിഗ്രറ്റുകൾ ഇല്ലാതെ, എൻ്റെ തെറ്റും ശരിയും എൻ്റെ ജീവിതത്തിലുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ മിസ്റ്റേക്സുകളെല്ലാം എൻ്റേത് മാത്രമായിരുന്നു എന്നെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ആൻഡ് നമ്മുടെ ജീവിതമല്ലേ, ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങളിലൂടെ മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക.